ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കതിലേക്ക് കുരുമുളക്, ബേ ലീവ്സ്, ജീരകം, പെരുംജീരകം എന്നിവ ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പട്ട ഉണ്ടെങ്കിൽ പട്ട ഇടാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ കുനുകുനാന്ന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. സവാള വഴറ്റുന്നതിന് മുന്നേ തന്നെ ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു അരമണിക്കൂർ മുന്നേ നമ്മളത് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും ചിക്കൻ. അതിനുശേഷം നമുക്ക് സവാള വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാവേ. മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ സവാള വഴുന്നതിന് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് ചേർക്കാന്നുള്ള രീതിയിലാണ് ഉപ്പ് ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതായിട്ട് സവാളയുടെ ഒപ്പം ഒന്ന് വഴറ്റിയെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടൊമാറ്റോ സോസ് സവാളയായിട്ട് ചേരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ഈ ചിക്കൻ കറി എന്ന് പറയുന്നത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കത് വാങ്ങി വയ്ക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നവരെ ബൈ. താങ്ക്